ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അല്ലേ? അതെ, ഞാൻ തന്നെയാ സംസാരിക്കുന്നേ. നിങ്ങൾ ആരാണാവോ? എന്റെ പേര് കവിരാജ് കൊള്ളക്കാരനെന്നാ. കവിതകൾ കേൾപ്പിച്ച് തന്നെ തല ഞാൻ ഫ്രൈ ആക്കി കളയുവേ. എടോ കവിത കൊള്ളക്കാരാ, എനിക്ക് തന്റെ കവിത ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് കവി സമ്മേളനം നടത്തിക്കോ, മനസ്സിലായ? കവിതാ സമ്മേളനം ഞാൻ വെച്ചോളാം. ഈ കവിത പറയുന്നത് നിനക്ക് വേണ്ടിയല്ല, ശിവയ്ക്ക് വേണ്ടിയാ. മനസ്സിന് ആനന്ദമായി ആയിരക്കണക്കിന് മുത്തുകൾ ഇണക്കി രാജാവിന്റെ തോട്ടത്തിൽ തിരഞ്ഞെടുത്താൽ കിട്ടുമല്ലോ. എന്ത് രാജാവിന്റെ തോട്ടം മുത്തുമാല? താൻ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കവിത പറച്ചിലാണോ അതോ വെറുതെ ആളായിട്ട് കളിപ്പിക്കാണോ? നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ശിവയോട് പറഞ്ഞേക്ക് 5 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെന്ന്. അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനം നടന്നാൽ കവിത കേൾക്കാൻ നിന്റെ ബോഡി പോലും കാണത്തില്ല. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ശിവോട് മാത്രം? വേറെ ആരോടും പറഞ്ഞാ എന്താ? കാരണം ശിവകാരനാണ് എന്റെ അനിയൻ ജയിലിലുള്ളത്. അപ്പൊ ഞാൻ അങ്ങ് വിചാരിച്ചു കവിതാ സമ്മേളനം ഇവിടെ തന്നെ ആക്കി കളയാമെന്നുള്ളത്. ശിവയോട് പറഞ്ഞേക്ക് നിന്റെ സമയം എണ്ണി തുടങ്ങിയെന്ന്. ശിവ, ഹലോ ശിവ, ശ്രദ്ധിച്ച് കേട്ടോളണം. ആ ഗുണ്ടനെ പേടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഓക്കെ ലഡു സിംഗ് സാറേ, വേഗം ഇതിന്റെ അർത്ഥം ഞാൻ കണ്ടുപിടിക്കാം. എന്ത് പറ്റി ശിവ? ഞാനൊരു ഗുണ്ടയുടെ അനിയനെ ജയിലിലിട്ടു. അയാളിപ്പോ മെസ്സേജ് അയച്ചിരിക്കുന്നു. അതായത് മനസ്സിന് ആനന്ദമായി ആയിരക്കണക്കിന് മുത്തുകൾ ഇണക്കി രാജാവിന്റെ തോട്ടത്തിൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന്. ഈ കവിതയ്ക്കുള്ളിലാണ് ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്. എവിടെയോ എന്തോ ബ്ലാസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. 5 മിനിറ്റിനകം ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കും. മനസ്സിൽ ആനന്ദമായി, അതിന്റെ അർത്ഥം അയാൾ ഉദ്ദേശിക്കുന്നത് നടക്കുന്നു. അതും അല്ലാതെ ഒരു മാലയിൽ ആയിരക്കണക്കിന് മുത്തുകൾ ഇണക്കിന്ന്. അപ്പൊ അതൊരു മാലയായിരിക്കും അല്ലേ? പച്ച കളറിലുള്ള മാല. തോട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥോ? എനിക്കറിയില്ല. വേഗം ആലോചിക്ക്. ഇതത്ര എളുപ്പമൊന്നും അല്ല. മനസ്സിന് ആനന്ദമായി 1000 മുത്തുകൾ ഇണക്കി രാജാവിന്റെ തോട്ടത്തിൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന്. അപ്പോൾ രാജാവ് ആരാണ്? ഞാനാണോ അതോ ലഡു സിംഗ് സാറാണോ? എനിക്ക് തോട്ടൊന്നുമില്ലല്ലോ. ലഡു സിംഗ് സാറിനോട് ചോദിച്ചു കളയാം. ഹലോ ലഡു സിംഗ് സാർ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പൂന്തോട്ടം ഉണ്ടോ? ഗാർഡൻ പോലെ എന്തെങ്കിലും? എന്ത് ഗാർഡനോ? ഇല്ല, പൂന്തോട്ടമില്ല. പക്ഷെ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ പുറകെ ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ട്. വേഗം പറഞ്ഞോളൂ, നമുക്കിനി 30 സെക്കൻഡ് ബാക്കിയുള്ളൂ. വേഗം പറ. അപ്പോ അവിടെ ചെന്ന് ചെക്ക് ചെയ്യൂ. രാജാവ് എന്നാൽ ലഡു സിംഗ് സാർ നിങ്ങളാണ്. പിന്നെ തോട്ടം, അതായത് നിങ്ങളുടെ കിച്ചൺ തോട്ടം. എടാറാം, നമുക്ക് എത്രയും പെട്ടെന്ന് കിച്ചൺ ഗാർഡനിലേക്ക് പോകണം. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. എവിടെയാണത്? Thank you. വേഗം വരൂ, ലഡു സിംഗ് സാറിന്റെ അടുത്തേക്ക് ചെല്ലാം. കൂടുതൽ അപകടം വരുന്നതിന് മുൻപ്. ഇത് നേരിയ സ്ഫോടനമാ. ഇനി ഞാൻ ശരിക്കും ഒരു ആപ്പ് വെക്കും. കാരണം ഞാൻ പേര് കേട്ടൊരു കവിയല്ലേടോ. മനസ്സിലായോ ലഡു സിംഗ് സാറേ? ഞാൻ ഒരു കവിത കൂടെ കേൾപ്പിക്കട്ടെ? വേണ്ട, എനിക്ക് ഒരു കവിത കൂടി കേൾക്കാൻ തീരെ ആഗ്രഹമില്ല. ഹംറ്റി ഡംറ്റി സെറ്റ് ഓൺ എ വോൾ. ഹംറ്റി ഡംറ്റി സെറ്റ് ഓൺ എ വാൾ? എടോ, തന്നോടല്ല പറഞ്ഞത് തന്റെ കവിത കേൾക്കാൻ താല്പര്യമില്ലേന്ന്. ഹംറ്റി ഡംറ്റി ഹാഡ് എ ഗ്രേറ്റ് ഫോൾ. തന്റെ ഈ തല്ലുപുള്ളി കവിത പ്രശ്നം നിർത്തുന്നുണ്ടോ? നിന്റെ സമയം എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു. വെറും 5 മിനിറ്റ്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടുത്തമില്ല. പോലീസ് ഡ്യൂട്ടി നോക്കുന്നോ അതോ കവിത കേൾക്കണോ? അതോ വാച്ചിൽ 5 മിനിറ്റ് ആവുന്നത് നോക്കണോ? ശിവ, നീ എവിടെയാണ്?
ലഡു സിംഗ് സാർ ദാ ഞാൻ എത്തി. ശിവ, അവൻ വീണ്ടും എന്നോട് കവിത ചെല്ലാൻ തുടങ്ങി. എന്താണ്? ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വാൾ, ഹംപ്റ്റി ഡംപ്റ്റി ഹാഡ് എ ഗ്രേറ്റ് ഫാൾ. ഇത്രയേ ഉള്ളൂ, കവിത മുഴുവനും പറഞ്ഞില്ലേ? മുഴുവൻ കവിത വേണമെങ്കിൽ ഞാൻ നിന്നെ പാടി കേൾപ്പിക്കാം. ഇപ്പൊ ശിവ ഒന്ന് ഇതിനെ കുറിച്ച് ആലോചിക്കട്ടെ. സീരിയസ് മാറ്റർ ആണിത്. അല്ല, എന്താണ് പറഞ്ഞത്? ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വോൾ. അതായത് ഹംറ്റി ഡംറ്റി എന്ന് പേരുള്ള രണ്ടുപേര് ഏതോ ചുമരില് കയറിയിരിക്കുന്നു. ചുമരിൽ കയറിയിരിക്കുന്ന കാര്യമൊന്നുമല്ല, വേറെന്തെങ്കിലും ആലോചിക്ക. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. എനിക്ക് തോന്നുന്നത് ഈ ഗ്രേറ്റ് ഫാൾ എന്ന് പറയുമ്പോൾ അവൻ ഏതോ ഒരു വലിയ ടവർ താഴെയിടാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഹംറ്റി ഡംറ്റിയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഹംറ്റി ഡംറ്റി എഗ്സ് ആണ്. ഈ എഗ്സ് എവിടെയാ കണ്ടുപിടിക്കാം? പോൾട്രി ഫാമോ? അപ്പൊ സ്ഫോടനം പോൾട്രി ഫാമിലാണ് നടക്കുക. എടാ റാം, പോലീസ് ഫോഴ്സ് മുഴുവനെ കൂട്ടിക്കൊണ്ട് വേദാസ് പോൾട്രി ഫാമിലേക്ക് ചെല്ലേ വേഗം. അല്ല, ഈ സ്ഫോടനം അവിടെയല്ലേ ഉണ്ടാവാ. നിങ്ങൾ പറഞ്ഞത് വേദനഗരത്തിന്റെ പുറത്തല്ലേ ഉള്ളത്. അയാൾക്ക് അവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു ബലം ഉണ്ടാവില്ല. അയാൾ പ്ലാൻ ചെയ്തത് നഗരത്തിന്റെ അകത്താണ്. ഈ നഗരത്തിനകത്തുള്ള എക്സ് എന്താണാവോ? നഗരത്തിൽ എക്സ് എന്ന പേരിൽ ഒരു വലിയ കട തന്നെയുണ്ട്. അതിന്റെ പേര് എക്സ് വൺലി എന്നാണ്. അത് നഗരത്തിന് നടുക്കാനുള്ളത്. അതെ, അത് തന്നെയായിരിക്കും. അവിടെ അയാൾ ബ്ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. വരൂ, എത്രയും പെട്ടെന്ന് അവിടെ എത്താം. ശിവ, അയാളുടെ ഫോൺ വന്നു കഴിഞ്ഞ് വെറും 4.5 മിനിറ്റ് ബാക്കിയുള്ളൂ. വേഗം പോവാം. ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിരുന്നോ? അതായത് പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ട് പോയോ? അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും വന്നില്ല. അതുമല്ലാതെ കുറച്ചു മുമ്പാ കട തുറന്ന. ഇപ്പൊ ഓർമ്മ വന്നു, ഒരു പോസ്റ്റ്മാൻ വന്നിരുന്നു. ആ ലെറ്റർ ബോക്സ് തുറന്ന് എന്തോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ലെറ്റർ എന്തെങ്കിലും ഇട്ടു കാണുമെന്നാ. എന്താ? ലഡു സിംഗ് സാറേ, ബോംബ് ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു മിനിറ്റേ ഉള്ളൂ. അങ്ങനെയാണോ ശിവ? എന്നാ നമുക്ക് എല്ലാവർക്കും വേഗം ഒളിഞ്ഞിരിക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കട്ടെ. ഇങ്ങനെ കൊളിഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? സ്ഫോടനം നടന്നാൽ മാർക്കറ്റും ആളുകളും കത്തിച്ചാമ്പലാവും. ഇപ്രാവശ്യം ഏതായാലും രക്ഷപ്പെട്ടു. ഇനി ഏതായാലും ഞാൻ എന്റെ ഈ മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ അയാളുടെ ഫോൺ വീണ്ടും എനിക്ക് വരും. ഹലോ ലഡു സിംഗ് സാറേ, നല്ല രസമായിരുന്നു അല്ലേ? ഇത്തവണ ശിവയാ നിങ്ങളെ രക്ഷിച്ചേ. ഇനിയിപ്പോ എന്തായിരിക്കും? എടോ, താൻ എന്ത് കളി കളിക്കുന്ന? കവിത എഴുത്തുകാരാ, തനിക്ക് എന്താണോ വേണ്ടത്? എനിക്ക് തന്നെ കവിത കേൾപ്പിക്കണം. നിങ്ങളെ കേൾപ്പിക്കണോ അതോ ശിവയെ കേൾപ്പിക്കണോ? പറ.